അപ്പോൾ ഏതായാലും ഈ ചിക്കൻ വെന്ത് വരുന്നുണ്ട്. നമുക്ക് ആ ചിക്കൻ വെന്ത് വരുന്ന ആ ടൈമിൽ നമുക്ക് വേറെ തലശ്ശേരി സ്പെഷ്യൽ ആൻഡ് സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. തലശ്ശേരി കായ് നിറച്ചതെന്ന് പറയും, പഴം നിറച്ചത്. അതിൽ പഴുത്ത പഴം ശരിക്കും നമ്മൾ ആ കായയുടെ നടുവേന വെച്ച് കീറിയിട്ട് ഇത് എന്തൊക്കെയാണ്? അത് തേങ്ങ, കിസ്മിസ്, കാഷ്യൂനട്ട്, ഗീയും കുറച്ച് പഞ്ചസാരയും കൂടി നെയ്യിലിട്ട് വാട്ടിയെടുക്കാം. പഞ്ചസാര മിക്സ് ചെയ്തെടുക്കാം. പഴം നടുവേ കീറിയിട്ട് അത് നമ്മുടെ ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, നാളികേരം ചെയ്തൊക്കെ നല്ല പഞ്ചാരയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അത് ഫില്ല് ചെയ്യാണ്. ഇത് നമ്മൾക്ക് ഒരു പഴം ഒന്നോ അല്ലെങ്കിൽ രണ്ട് സൈഡിലായിട്ട് കീറിയിട്ട് രണ്ട് സൈഡിലായിട്ട് നിറക്കാം. ചെറിയ കീറിലായിട്ട് ഒന്നോ രണ്ടോ ഭാഗത്താണ്. ഇതിപ്പോൾ നമ്മൾ ഒരു സൈഡ് നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് കീറിയിട്ട് വറക്കാം, അല്ലെങ്കിൽ ഒറ്റ സൈഡിൽ നിന്ന് നിറച്ച് ഫില്ല് ചെയ്യാം. രണ്ട് രീതിയിൽ. ഓക്കെ, ഇനി ഉന്നക്കയാണ്. അത് അധികം പഴുക്കാത്ത പഴം, ബ്ലാക്ക് വരാതെ ഫുൾ യെല്ലോ ആയിട്ട് വരുന്ന പഴം എടുക്കുക. വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കാം. തോല് കളയാൻ ഗ്രൈൻഡറിലിട്ടിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക. ആ ഫില്ലിങ് എടുത്ത് ഉള്ളിലോട്ട് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പഴം നിറച്ചതിൻ്റെയും ഉന്നക്കയുടെയും വറുക്കണതിന് മുമ്പുള്ള രൂപമാണ് നമ്മൾ രൂപം കണ്ടു. ഇനി നമ്മൾ വറുക്കണം. അത് സൺഫ്ലവർ ഓയിൽ ചെയ്യാം. അത് തീ അധികം കൂട്ടാതെ തീ കുറച്ച് ഫ്രൈ ചെയ്യുക. കാരണം തീ കൂടി ചെയ്യുമ്പം ഈ പുറം ഭാഗം കരിഞ്ഞു പോകും. അത് ഉള്ളു വേവാതെ പുറം ഭാഗം കരിഞ്ഞു. അപ്പോൾ തീ കുറച്ച് വെറും മുരി മാത്രമേ ഉള്ളൂ, ഉള്ളൊക്കെ അത് ശരിയാകത്തില്ല. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈയിലേക്ക് കിടക്കാം. ആ സൈഡിൽ നമ്മുടെ ആട്ടിൻ്റെ തലയിൽ നോക്കിയിട്ടുണ്ട്. അത് ഓക്കെ ആയിട്ടില്ല. നമുക്ക് ചിക്കൻ ആദ്യം കുറച്ച് കറിവേപ്പില. നമ്മൾ ചിക്കൻ വെള്ളത്തിൽ നിന്ന് അങ്ങ് കോരാണ്. ഇത് ശരിക്കും നമ്മൾ ഈ കരിവേപ്പില ഇട്ടത് ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ടാണോ നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്, അതോ കരിവേപ്പില മാറ്റുമോ? കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ല ബോയിൽ ചെയ്ത ചിക്കൻ ഇങ്ങനെ എണ്ണയിൽ കുളിക്കാൻ വേണ്ടി ചിക്കൻ പോയിരിക്കുകയാണ്. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് തിരിച്ചിടാം. അങ്ങനെ ഫുൾ കോഴി നമ്മുടെ സ്റ്റഫിൽ ഫില്ല് ചെയ്ത് വെച്ചിരുന്ന കോഴി ശരിക്കും മൊരിഞ്ഞ് വരാണ്. ശരിക്കും നല്ല വറുത്താൽ നമുക്ക് കളർ അങ്ങ് കാണാം. ചിക്കൻ നിറച്ച് പൊരിച്ച് റെഡി ആയിരിക്കുകയാണ്. ചിക്കൻ നിറച്ച് പൊരിച്ച കോഴി റെഡി ആയിരിക്കും. നമുക്ക് അങ്ങോട്ട് വെച്ചേക്കാം. കണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ തലശ്ശേരി നാടൻ ഫുഡ് എല്ലാം റെഡി ആയിരിക്കുകയാണ് ഇവിടെ. ഇത് നാടൻ ഫുഡ്സ് കിട്ടുന്നതാണെങ്കിലും നല്ല ഹൈജീനിക് ആയിട്ടൊക്കെയാണ് നമുക്കിവിടെ അലിബാബ ആൻഡ് 41 ഡിഷസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ സെർവ് ചെയ്യുന്നത്. അത് നമ്മുടെ പാർട്ട്ണറാണ്, ഈ ഹോട്ടലിലെ പാർട്ട്ണറാണ്. പേര് ഇർഫാൻ. അപ്പോൾ എന്താണ് സാർ നമ്മൾ ഈ ഒരു ഇങ്ങനെ റെസ്റ്റോറൻറ്റ് വിത്ത് ഡിഫറെൻറ്റ് നെയിം അലിബാബ ആൻഡ് 41 ഡിഷസ് ഇങ്ങനെ ഒന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കാര്യം? ഒന്നാമത് നമ്മുടെ മെയിനായിട്ട് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലശ്ശേരി ഐറ്റംസ് എറണാകുളത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഇവിടെ ഒരുപാട് തലശ്ശേരി ഓണേഴ്സുള്ള ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. പക്ഷെ തലശ്ശേരി ഐറ്റംസ് അങ്ങനെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലില്ല. ഫുഡ് അധികം തലശ്ശേരി ടൈപ്പ് ഉണ്ടായിട്ടില്ല. അതായത് നോർമലി ഇവിടെ കൊടുക്കുന്ന പൊറോട്ട, ചപ്പാത്തി ആ ഒരു ഐറ്റംസ് തന്നെയാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ആ ഒരു ഫുഡ് നമ്മൾ തലശ്ശേരി എറണാകുളത്തുള്ള ആളുകൾക്ക് വളരെ ഫേമസ് ആയിട്ട് വളരെ നല്ല റെസ്പോൺസാണ് നമുക്ക് ഈ തലക്കും ഈ ചിക്കൻ നിറച്ച് പൊരിച്ചതിനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നല്ല എടുത്ത് വെച്ച് തിന്നാൻ തന്നെ തോന്നുന്നു. അപ്പോൾ നമുക്ക് അത് കഴിച്ചുകൊണ്ട് തന്നെ കഴിക്കാം. പിന്നെ എനിക്കും അങ്ങ് വീക്ഷിക്കാൻ പറ്റുന്നില്ല, ആദ്യം സംസാരിക്കാനും പറ്റുന്നില്ല ക്യാമറയിലോട്ട്. നമുക്ക് കഴിച്ചോളാം. അങ്ങനെയാണെങ്കിൽ ചിക്കൻ അങ്ങനെ എടുത്ത് പറിക്കലാണ്, അതാണ് അതിൻ്റെ ഒരു സ്റ്റൈൽ. നമ്മൾ ആ ഒരു ഇങ്ങനെ തന്നെ. അതെ. എന്താ പറയുക, ചിക്കൻ വറുത്ത ടേസ്റ്റ്. പക്ഷെ ഇതിൻ്റെ ഒരു ഫില്ലിംഗ് ഉണ്ട്, ആ ഫില്ലിങ് എടുക്കണം എനിക്ക്. ഇത് തുന്നി വെച്ചേക്കാം നമ്മൾ നേരത്തെ ഫ്രൈയും പേസ്റ്റ്. ഇതിനകത്ത് മുട്ട ഞാൻ എടുക്കുവേ. ആയിക്കോട്ടെ.
ഇതല്ലേ ഫീലിംഗ്? അതായത് ഫീലിങ്സ്. നല്ല ചൂടുണ്ട്, എടുക്കാനും പറ്റണല്ല. വേവിച്ചായ ക്രിസ്പിനെസ് ശരിക്കും ചിക്കൻ്റെ ക്രിസ്പിനെസ് ആണ്, പക്ഷെ നമ്മുടെ ഫില്ലിങ് ശരിക്കും സോഫ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. ആ മുന്തിരിയുടെ മധുരം അറിയുന്നുണ്ട് ശരിക്കും. നമുക്ക് ഗീ റൈസ്, ഇതും ഗീ റൈസും ആണുള്ളത്. ഇതും തലക്കറിയും ഗീ റൈസും. തലക്കറിയും ഗീ റൈസും. തലക്കറി തല ശരിക്കും നമ്മൾ പിളർന്ന് വെച്ചേക്കാണ്. പിന്നെ ആടിൻ്റെ തല ഞാൻ ആദ്യമായിട്ട് തിന്നാം. ആ ഇത് ബ്രെയിൻ അല്ലേ? ആട്ടും ബ്രെയിൻ കേട്ടിട്ടേ ഉള്ളൂ. കഴിക്കുന്ന ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കഴിച്ച് നല്ല ടേസ്റ്റാണ്. വെണ്ണയൊക്കെ കഴിക്കുന്ന പോലത്തെ ഇങ്ങനെ ഒഴുകി പോണ് നാവിന്. ഇത് സെപ്പറേറ്റ് ഉണ്ടോ ബ്രെയിൻ മാത്രം? ആ ബ്രെയിൻ മാത്രമായിട്ട് ഫ്രൈ അല്ല, ഫ്രൈ ചെയ്തിട്ട് ഒരു പെപ്പർ ഫ്രൈ. അയ്യോ അലുത്ത് പോകണം അല്ലേ? എന്താ പറയാ, ശരിക്കും നമ്മൾ ചില സാധനങ്ങൾ കിട്ടും ഇങ്ങനെ അലുത്ത് പോലെ. അതെ അതെ അതെ, നല്ല ഫീലാണ്. പെട്ടെന്ന് തീർക്കണം. അപ്പോൾ തലശ്ശേരി നാടൻ ഫുഡുകളെല്ലാം നമ്മുടെ കൊച്ചിയിലോട്ട് എത്തിച്ചതിന് വളരെ നന്ദിയുണ്ട്. ഇനി ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പല ഇത് സ്പ്രെഡ് ചെയ്യണം. പുതിയ ബ്രാഞ്ച് അടുത്ത് തന്നെ പനമ്പള്ളി നഗറിൽ പുതുതായിട്ടൊരു ബ്രാഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും നമ്മളെ കൊച്ചിക്കാരെ അങ്ങ് പിടിച്ച് കളിക്കാൻ പോവാണ്. തീർച്ചയായും. കാരണം എന്താണെന്ന് വെച്ചാൽ കൊച്ചിക്കാർ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യണം. അടുത്തായിട്ട് നമ്മൾ ഏതായാലും പനമ്പള്ളി നഗർ സ്റ്റാർട്ട് ചെയ്യണം. പനമ്പള്ളി നഗറിലെ ഓക്കെ. അപ്പോൾ എന്തായാലും ഇനി എനിക്കിത് കഴിച്ചേക്കാണ്ട് പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ ഇനി അധികം സംസാരിക്കാനും പറ്റില്ല. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.